ിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞ കൂട്ട് തന്നെ ഗ്യാപ്പ് ഡൗൺ എടുത്തതിന് ശേഷം 22,600 എന്ന് പറയുന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് 22,520 എന്ന് പറയുന്ന ഒരു സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി 22,553 എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നാളത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടുള്ള ലെവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ 22,520 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ നമ്മുടെ സപ്ലൈ ആയിട്ടുള്ള ഏരിയ, അതുപോലെ 22,675 എന്ന് പറയുന്ന ഇന്നത്തെ ഹൈ ആയിട്ടുള്ള ഏരിയ പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകളാവും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. അതേ മറിച്ച് നാളെ വലിയ രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റി ഇല്ല, ഫ്ലാറ്റാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ 22,600 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയാണ്. സപ്പോർട്ടല്ല, റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 22,624 അതുപോലെ 22,680 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അവിടേക്ക് ബ്രേക്ക് ഔട്ട് എടുത്തിക്കഴിഞ്ഞാൽ 22,730 എന്ന് പറയുന്ന റേഞ്ച് പ്രധാനമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ലെവലെ കാണാൻ സാധിക്കുന്ന ഒരു ട്രയാങ്കിൾ പാറ്റേണിനെ കാണാൻ സാധിക്കുന്നുണ്ട്. 22,549 എന്ന് പറയുന്ന ലെവലിൽ റീടെസ്റ്റ് എടുത്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ 22,520 അതുപോലെ തന്നെ 22,450 400 എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് ഡൗണിലേക്കുള്ള ടാർഗറ്റ് വെക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. ഇതിൽ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ട് കാണുക. ഈ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വാച്ച് ചെയ്യുക.